കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, എന്റെ പേര് രാഖി. ഞാൻ ലേൺവൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്ററാണ്. കഴിഞ്ഞ കുറെ സൈക്കിളുകളിലായിട്ട് നമ്മുടെ ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഇഗ്നോ ലേണേഴ്സിന് മുമ്പിലോട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നിങ്ങളുടെ മുമ്പിലോട്ട് നമ്മൾ എത്തിക്കുമായിരുന്നു. ഈ വർഷവും അതിന് തടസ്സങ്ങളൊന്നും നമ്മൾ വരുത്തിയിട്ടില്ല. നിങ്ങളുടെ ഓരോ എക്സാമിന്റെയും സമയത്തേക്ക് അതിനുതകുന്ന രീതിയിൽ നിങ്ങളുടെ പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏതൊക്കെ ഏരിയകളാണ് നിങ്ങൾ കൂടുതലായി ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, ഏതൊക്കെ ബ്ലോക്കുകളിൽ നിന്നാണ് കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത്, അങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെ നേടിയെടുക്കാം, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരാറുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഈ വർഷവും ഉണ്ട്, അല്ലെങ്കിൽ ഈ സൈക്കിളിലും ഉണ്ട്. അപ്പോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ ഭാഗമായിട്ട് എത്തിയിരിക്കുന്നത് MMPC 010 മാനേജറൽ എക്കണോമിക്സ് എന്ന് പറയുന്ന MBA സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ഒരു പേപ്പറാണ്. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ ആ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ഘടകത്തിലോട്ട് നമുക്ക് കിടക്കാം. ആദ്യമായിട്ട് തന്നെ ഈ ഒരു ഡോക്യുമെന്റിൽ നിങ്ങളുടെ ആദ്യത്തെ ഒരു സ്ലൈഡ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നത് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, MMPC 010 എന്ന് പറയുന്ന പേപ്പർ മാനേജറൽ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറാണ്. MBA സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ജൂൺ 2025 എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ മുമ്പിലോട്ട് നമ്മൾ എത്തിക്കുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ, ഞാൻ നേരത്തെ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതാണ്? ഒഫീഷ്യൽ സിലബസിലൂടെ കടന്നു പോയിക്കൊണ്ട് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഇഗ്നോന്റെ ഭാഗത്ത് നിങ്ങൾക്ക് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ഒരു ഒഫീഷ്യൽ സിലബസ് ആണ്. ആ സിലബസിലൂടെ എല്ലാം ഗോ ത്രൂ ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഒരു 5 വർഷത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒപ്പം വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം, ഒരു പ്രഡിക്ഷൻ നമ്മൾ നടത്തുകയാണ് കഴിഞ്ഞു പോയ ഡാറ്റയുടെ ബേസിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സിലബസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും ഒപ്പം വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ വരുന്ന ബ്ലോക്കുകള്, ടോപ്പിക്കുകള്, ഏറ്റവും കൂടുതൽ മാർക്കിന് ഫോക്കസ് ചെയ്ത് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതില് നമ്മൾ ഈ ഡോക്യുമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള റോഡ് മാപ്പ് ഞാൻ പറയാം. ഇതിൽ നിങ്ങൾക്ക് ഒരു സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട്, നിങ്ങളുടെ എക്സാം പാറ്റേൺ അനാലിസിസിനെ കുറിച്ച് നോക്കുന്നുണ്ട്, റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള റിവ്യൂ ചെയ്യുന്നുണ്ട്, ടോപ്പിക് പ്രോബബിലിറ്റി, അതേപോലെ തന്നെ പ്രഡിക്ഷൻ, ഇനി എന്തൊക്കെ ടോപ്പിക്കുകളാണ് വരാനായിട്ടുള്ള ചാൻസസ് ഉള്ള ഒരു പ്രഡിക്ഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ, നിങ്ങളുടെ മുമ്പിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തരുന്നുണ്ട്. MMPC 010ന്റെ ഇഗ്നോയുടെ അതേ പാറ്റേണിൽ തന്നെ അതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ലേൺവൈസിലെ ലേണേഴ്സിന് മാത്രം നൽകുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചർ ആണ്. ബാക്കി എല്ലാവർക്കും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അവൈലബിൾ ആക്കും. പക്ഷെ അതിന്റെ മോഡൽ ആൻസേഴ്സ് എങ്ങനെയായിരിക്കണം, അതിന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ്, എങ്ങനെ എഴുതിയാലാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ലേൺവൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലേൺവൈസിൽ കറന്റ്ലി ഉള്ള സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ ഫീച്ചർ ആണ്. ഇപ്പൊ മെത്തഡോളജി കോൾ ഔട്ട്,
We have systematically analyzed over 5 years of IGNOU TEE question paper, assigning higher weight to recent examinations and cross-verifying with current syllabus blocks, patterns in questions, recurrence and shifting emphasis informed our predictive analytics. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ 5 വർഷത്തെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു വെച്ചുകൊണ്ട് നമ്മളൊരു ക്രോസ് വെരിഫിക്കേഷൻ നമ്മൾ നടത്തുകയാണ്. നിങ്ങളുടെ സിലബസിലൂടെ കടന്നു പോയിട്ട് പാറ്റേൺസുകൾ എന്തൊക്കെയാണ്, എക്സാമിനേഷനിൽ കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മെത്തഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സിലബസ് പ്ലസ് 5 ഇയേഴ്സ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇഗ്നോയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി രണ്ടാമതായിട്ട് നമ്മുടെ സിലബസ് മാപ്പിങ്ങിലോട്ട് പോവാം. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ്. എക്സാം റിലവൻസിന്റെ ബേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്കുകൾ ഏതൊക്കെയാണ്, യൂണിറ്റ്സുകൾ ഏതൊക്കെയാണ്, ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബാർ ചാർട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക്, ഓരോ ബ്ലോക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ബ്ലോക്ക് 1ൽ നിന്ന് നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബ്ലോക്ക് 2ൽ നിന്നാണ് കമ്പാരിറ്റീവ്ലി ആരും എന്താ പറയുക ഒരു ബ്ലോക്കും അത്രയും വളരെ ലോ പൊസിഷനിലോട്ടും പോയിട്ടില്ല. അങ്ങനെ നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലൊന്നുമില്ല. കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോൾ ബ്ലോക്ക് 2ൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ബ്ലോക്ക് 4 ഉണ്ട്, പിന്നെന്താ ബ്ലോക്ക് 1 ഉണ്ട്, ബ്ലോക്ക് 3. പക്ഷെ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, വലിയൊരു മാർജിൻ ഓഫ് ഡിഫറൻസ് ഒന്നും ഇല്ല. ഒക്കെ ഒരേപോലെ തന്നെയാണ് എല്ലാ ബ്ലോക്കുകളും നിൽക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ഹീറ്റ് മാപ്പ് സമ്മറി, ബ്ലോക്ക് വേർസസ് യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഈ കോംപ്രിഹെൻസീവ് ടേബിളിൽ നിങ്ങളോട് പറയുന്നത് ഓരോ ബ്ലോക്കിലെയും യൂണിറ്റ്സുകൾ എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് എക്സാമിന് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1 എടുത്ത് നോക്കുമ്പോൾ 7 തവണ എക്സാമിന് അല്ലെങ്കിൽ 7 തവണ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏത് ടോപ്പിക്? ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് മാനേജറൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക് 7 തവണ ചോദിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അതേപോലെ തന്നെ ബ്ലോക്ക് 1ൽ നിന്ന് ഒരു മീഡിയം റേഞ്ചിൽ, അതായത് തൊട്ട് പിന്നാലെ ഒരു 6 തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സ്കോപ്പ് ഓഫ് മാനേജറൽ എക്കണോമിക്സ്. ബ്ലോക്ക് 1ൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എന്താ പറയുന്ന ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1ൽ നിന്ന് ഫോക്കസ് ചെയ്യേണ്ട 2 ടോപ്പിക്കുകളാണ് ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് മാനേജറൽ എക്കണോമിക്സും അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് മാനേജറൽ എക്കണോമിക്സും. ഇനി ബ്ലോക്ക് 1ലെ യൂണിറ്റിൽ 2ൽ നിന്ന് വന്നിട്ടുള്ളത് എന്താണ്? ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം ഓർ വാല്യൂ മാക്സിമൈസേഷൻ. ഇവിടെ ഇത് 8 തവണയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ ബ്ലോക്ക് 3ൽ നിന്ന് 2 ചോദ്യങ്ങൾ, 2 ടോപ്പിക്കുകൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഡെറിവേറ്റീവ്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്തൊക്കെയാണ്, പിന്നെ ബ്ലോക്ക് 3ൽ നിന്ന് ചോദിച്ചിട്ടുള്ള വേറെ ടോപ്പിക്കാണ് എന്താണ് റിഗ്രഷൻ അനാലിസിസ്, എന്താണ് ഒപ്റ്റിമൈസേഷൻ എന്നിവ. ബ്ലോക്ക് 2ലോട്ട് പോവാം. ബ്ലോക്ക് 1ലെ ടോപ്പിക്കുകൾ നമ്മൾ നോക്കി. ഇനി ബ്ലോക്ക് 2ലോട്ട് പോകുമ്പോൾ അവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 4ൽ നിന്നാണ്, മീൻസ് യൂണിറ്റ് 4ൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് ഡിറ്റർമിനൻസ്. ബ്ലോക്ക് 2ലെ യൂണിറ്റ് 4ൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ബ്ലോക്ക് 2ൽ നിന്ന് വേറൊരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടില്ല. ഇനി ബ്ലോക്ക് 3ലോട്ട് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് യൂണിറ്റ് 7, യൂണിറ്റ് 8, യൂണിറ്റ് 9 ഈ പറയുന്ന യൂണിറ്റുകളിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്? യൂണിറ്റ് 7ൽ ചോദിച്ചത് എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ഇൻപുട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3ല് യൂണിറ്റ് 8ൽ ഏതിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത് എന്താണ് കോസ്റ്റ് കോൺസെപ്റ്റ്സ്. അതുപോലെ തന്നെ യൂണിറ്റ് 9ൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ, എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ബ്ലോക്ക് 4ലോട്ട് വരുമ്പോൾ 10, 11, 12, 13 ചാപ്റ്ററിൽ നിന്ന് ഓരോ ടോപ്പിക് വീതം ഉണ്ടായിട്ടുണ്ട്. അതിൽ യൂണിറ്റ് 10ൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ബാരിയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 11 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി. യൂണിറ്റ് 12 മോണോപ്പൊളിസ്റ്റിക് വേഴ്സസ് ഒളിഗോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. യൂണിറ്റ് 13ൽ നിന്ന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രൈസിംഗ് ഡിസ്ക്രിമിനേഷൻ. ഇതിൽ മറ്റു ടോപ്പിക്കുകളും ചോദിച്ചിരിക്കാം, ഈ ഓരോ യൂണിറ്റിൽ നിന്നും വേറെ ടോപ്പിക്കുകൾ ചോദിച്ചിരിക്കാം. പക്ഷെ ഓരോ യൂണിറ്റിൽ നിന്നും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ എടുത്തു പറയുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ?
ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ടെക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA എല്ലാം നേടാം. ഇഗ്നു നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ നോക്കാനായിട്ടുള്ളത് ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ്. ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് ഇലാസ്റ്റിസിറ്റി. ബ്ലോക്ക് 2 വരുന്ന ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ബ്ലോക്ക് 3 വരുന്നതാണ്. യൂണിറ്റ് 7 and 9 വരുന്നത്. അതേപോലെ തന്നെ യൂണിറ്റ് 10 and 11 വരുന്ന മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസിങ് എന്ന് പറയുന്ന ടോപ്പിക്കും എന്താണ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇനി ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി ബേസ്ഡ് ഓൺ ദ ഫുൾ ആർച്ചീവ് MMPC 010 consistently feature the following distinct question format. ഇതിൽ നിങ്ങൾക്ക് 2 ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത്. എസ്സേ അഥവാ ലോങ് ആൻസർ ടൈപ്പ്, ഷോർട്ട് നോട്ട് അഥവാ ഷോർട്ട് എസ്സേ ടൈപ്പ്. എസ്സേ അഥവാ ലോങ് ആൻസർ ടൈപ്പിന് ഏകദേശം 15 മുതൽ 20 വരെ ആണ് മാർക്ക് സിസ്റ്റം വരുന്നത്. ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഷോർട്ട് എസ്സേക്ക് വരുന്നത് 8 മുതൽ 12 വരെയാണ് മാർക്ക് വരുന്നത്. ഒരു എസ്സേ നിങ്ങൾക്ക് ഏകദേശം 400 മുതൽ 200 വരെ 600 വരെ വേർഡ്സ് വേണം. അതായത് 2 പേജ് മുതൽ 4 പേജ് വരെ. അതായത് 15 മാർക്കിനാണെങ്കിൽ 2 പേജ്, മാക്സിമം 2 പേജ്, അല്ലെങ്കിൽ 2 പേജിനോ 4 പേജിനോ ഇടയിൽ. മാക്സിമം നിങ്ങൾക്ക് 15 അല്ലെങ്കിൽ 20 മാർക്ക് എന്ന് പറയുമ്പോൾ മിനിമം നിങ്ങൾക്ക് 2 പേജ് കീപ്പ് ചെയ്യണം. മാക്സിമം നിങ്ങൾക്ക് പോകാവുന്നത് 4 പേജാണ്. മിനിമം 2 പേജ് കീപ്പ് ചെയ്യുക, മാക്സിമം 4 പേജ് പോവുക. ഇനി അതേപോലെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഷോർട്ട് എസ്സേക്കോ 200 മുതൽ 350 വരെ വേർഡ്സ് ആണ് വേണ്ടത്. മിനിമം 1 പേജെങ്കിലും എഴുതണം. മാക്സിമം നിങ്ങൾ 2 പേജെങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. ഇനി ഇതേപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന വേറൊരു ഇതാണ് ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ കമ്പയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ള 2 ടേംസിനെ തമ്മിൽ കമ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒളിഗോപൊളിസ്റ്റിക് കോമ്പറ്റീഷനും മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനും തമ്മിലുള്ള ഡിഫറൻസസ് എഴുതുക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ സപ്ലൈ കർവ്, ഇതിനെ കുറിച്ചുള്ള ഡിസ്റ്റിങ്ഷൻ ചോദിക്കാം. അപ്പൊ അങ്ങനെ കമ്പാരിസൺ വരാം. അപ്പൊ അതിന് നിങ്ങൾക്ക് വരുന്നത് ഏകദേശം മാർക്കിംഗ് സിസ്റ്റം 8 മുതൽ 12 വരെയാണ് വരുന്നത്. നിങ്ങൾക്ക് 200 to 350 വേർഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മിനിമം 1 to 2 പേജസ് എന്നുള്ള രീതിയിൽ എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡയഗ്രാംസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വരാം. സെയിം 8 to 12 മാർക്സ് ആണ് വരുന്നത്. അത് മിനിമം 8 മാർക്കിന്റെ അല്ലെങ്കിൽ മാക്സിമം 12 മാർക്കിന്റെ. കേസ് സ്റ്റഡികൾ വരാറുണ്ട്, വളരെ റയർ ആയിട്ടേ വരാറുള്ളൂ. അതായത് റയർ എന്ന് പറഞ്ഞാൽ 15 മാർക്കിനൊക്കെ വളരെ റയർ ആയിട്ടേ വരാറുള്ളൂ. അതേപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കേഷണൽ ആയിട്ടേ എന്ത് ചെയ്യാറുള്ളൂ, വരാറുള്ളൂ. കേസ് സ്റ്റഡിയും ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസും ഒക്കെ വളരെ റയർ ആയിട്ടേ ചോദിച്ചിട്ടുള്ളൂ. മാനേജർ എക്കണോമിക്സിൽ പൊതുവെ അങ്ങനെ പ്രോബ്ലംസുകൾ ചോദിക്കാറില്ല. അതേപോലെ തന്നെ MCQ പാറ്റേൺ അല്ലെങ്കിൽ ഫില്ലിംഗ് ബ്ലാങ്ക്സ് അത് ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പ്രധാനമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എസ്സേ ക്വസ്റ്റ്യൻ, ഷോർട്ട് നോട്ട്സ്, ഡിസ്റ്റിങ്ഷൻ, പിന്നെ അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡയഗ്രാംസ് വരച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ എന്താണെന്നുള്ളത് പറയാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വരും. അതിനെ കുറിച്ച് ചിലപ്പോൾ അതൊരു ഏതെങ്കിലും കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാവാം, ഒരു തിയറിനെ കുറിച്ചിട്ടാവാം, ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഏരിയനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15 മുതൽ 20 മാർക്ക് വരെയാണ് വരുന്നത്. 400 മുതൽ 600 വരെ വേർഡ്സ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ എന്ന് പറയുന്നതിലോ അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് തരുമ്പോൾ അതിനെക്കുറിച്ച് വളരെ ക്രിസ്പ് ആയിട്ട് നിങ്ങൾ എഴുതണം, വളരെ ഷോർട്ട് ആയിട്ട് നിങ്ങൾ എഴുതണം. അപ്പോൾ അത് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ബ്രീഫായിരിക്കണം. ബട്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾ അവർ ചോദിച്ചിട്ടുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ആശയം നിങ്ങൾക്ക് കൺവേ ചെയ്യാനും സാധിക്കണം. ടു ദ പോയിന്റ് ആയിരിക്കണം.
അപ്പൊ ഇതിന് 8 മുതൽ 12 മാർക്ക് വരെയാണ് വരിക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റിങ്ഷൻ, കമ്പാരിസൺ ക്വസ്റ്റ്യൻസുകൾ വരാം. ഏതെങ്കിലും രണ്ട് കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് കമ്പയർ ചെയ്യാനായിട്ട് വരാം. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് 1-ൽ നിന്ന്, അതായത് ബ്ലോക്ക് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രഡക്ഷൻ ആണ്. ബ്ലോക്ക് 1-ൽ നിന്ന് ആവറേജ് മാർക്സ് പെർ പേപ്പർ, ഒരു പേപ്പറിൽ നിന്ന് 18 മാർക്കിനും ആവറേജ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 2023 ബ്ലോക്ക് 1-ൽ നിന്ന് 17 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. 24-ൽ 16 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുകൾ ബ്ലോക്ക് 1-ൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2024-ൽ 17 മാർക്കിന് ചോദിച്ചിരുന്നു, 18 മാർക്കിന് ചോദിച്ചു. അപ്പൊ ഒരു ആവറേജ് ഒരു 18 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുകൾ ബ്ലോക്ക് 1-ൽ നിന്ന് വരുന്നുണ്ട്. ബ്ലോക്ക് 2-ൽ നിന്ന് 24, അതായത് ഔട്ട് ഓഫ് 100 ഒരു 24% ഓഫ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നത് ബ്ലോക്ക് 2-ൽ നിന്നാണ്. ബ്ലോക്ക് 3-ൽ നിന്ന് 23% ക്വസ്റ്റ്യൻസുകളും ബ്ലോക്ക് 3-ൽ നിന്നാണ് വരുന്നത്. ബ്ലോക്ക് 4-ൽ നിന്ന് 36%. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വരുന്നത് എന്താണ്, എവിടെ നിന്നാണ്? കമ്പാരിറ്റീവ്ലി ബ്ലോക്ക് 4-ൽ നിന്നാണ്. തൊട്ട് പിന്നാലെ ബ്ലോക്ക് 2-ഉം ബ്ലോക്ക് 3-യും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഒടുവിൽ എന്ന് പറയുന്ന രീതിയിൽ ബ്ലോക്ക് 1 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രെൻഡ്, ഒരു ഗ്രാഫിക്കൽ രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ തന്നിരിക്കുന്നതാണ്. ഇയർലി വെയിറ്റേജ് എന്ന രീതിയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് എസ്എ ടൈപ്പ്, ഷോർട്ട് നോട്ട്, ഡിസ്റ്റിങ്ഷൻ ടൈപ്പിലുള്ളത്, ആപ്ലിക്കേഷൻ ബേസ്ഡിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ ചോദിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വന്നിരിക്കുന്നത് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. തൊട്ട് പിന്നാലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസുകൾ, പിന്നെ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ബേസിക്കലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ കഴിഞ്ഞൊരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് ആൻഡ് ലോങ് ആൻസർ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഏകദേശം 35 to 38% ഓഫ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത് എസ് എ ടൈപ്പ് ആണ്. ബ്ലോക്ക് 4-ൽ നിന്ന് നിങ്ങൾക്ക് ആണ് കൂടുതൽ എസ് എ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ കമ്പാരിസൺ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നത്, പ്രൈസിങ് ആൻഡ് മാർക്കറ്റ്സിനെ കുറിച്ചിട്ട്. പിന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. ഇനി നിങ്ങൾ ഇത്രയും നേരം നമ്മൾ ഓരോ ബ്ലോക്കിൽ നിന്ന് വരുന്ന കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്താന്ന് നോക്കി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്കുകൾ, ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും ആവറേജ് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഏതിൽ നിന്നാണ് വരുന്നതെന്ന് നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി ബ്ലോക്ക് 4-ൽ നിന്നാണ്. പിന്നെ ഏതൊക്കെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത് എന്നുള്ളത് നോക്കി. അപ്പോൾ ഇപ്രാവശ്യത്തെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എങ്ങനെ പ്രിപ്പറേഷൻ നടത്താം എന്നുള്ളൊരു ചെറിയൊരു ടിപ്പ് നമ്മൾ പറയാണ്. ബേസ്ഡ് ഓൺ ദ TE June 2022 to December 2024 papers, the 3-hour 100-mark MPC 010 paper typically include 5 to 8 long and short answer questions, each carrying 80 to 20 marks. അപ്പോൾ നമ്മൾ 2022 മുതൽ 2024 വരെയുള്ള പേപ്പേഴ്സ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താണ് ഒരു 5 മുതൽ 8 വരെ എന്താണ് ഒരു 8 ക്വസ്റ്റ്യൻസോള് ലോങ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസോളാണ് വരുന്നത്. 8 മുതൽ 20 വരെ മാർക്കാണ് വരുന്നത്. ഫോർ ബെസ്റ്റ് റിസൾട്ട് അലോക്കേറ്റ് അബൌട്ട് 40 minutes ടു ഈച്ച് ലോങ് എസ്സേ. അതായത് നിങ്ങളുടെ എക്സാം ടൈം എങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ 40 മിനിറ്റ് നിങ്ങളുടെ എസ്സേ, ലോങ് ആൻസർ ടൈപ്പ് ആയിട്ടുള്ള എസ്സേസ് എഴുതാനായിട്ട് ഉപയോഗിക്കുക. അടുത്ത 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയുള്ള സമയം നിങ്ങൾ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകൾ എഴുതാനായിട്ട് ഉപയോഗിക്കുക. പിന്നീട് വരുന്ന ഒരു 15 to 20 മിനിറ്റ്സ് നിങ്ങൾ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടി ഉപയോഗിക്കുക. പിന്നെ ബാക്കി വരുന്ന ഈ 15 to 20 മിനിറ്റ്സ് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഒരിക്കലും നിങ്ങൾ എഴുതി കഴിഞ്ഞ അപ്പൊ തന്നെ നിങ്ങളെ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും എക്സാമിന് മുമ്പ് ഒരു 5 മിനിറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകാനായിട്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം വായിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കുക. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യാനായിട്ടും നിങ്ങളൊരു മാക്സിമം ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കണം. അവസാനം വരെയും എഴുതുക എന്നുള്ളൊരു ശീലം നിങ്ങൾ ഒഴിവാക്കുക. അപ്പൊ ഇങ്ങനെയും കൂടി നിങ്ങൾ സമയം കണ്ടിട്ട് വേണം നിങ്ങളുടെ ബാക്കിയുള്ള 3 hours സമയം നിങ്ങൾ, അതായത് 2 hour and 45 minutes ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതാനായിട്ട് മാറ്റി വെക്കേണ്ടത്. ഒരു 15 minutes നിങ്ങൾ റിവ്യൂ ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ യൂണിറ്റ് വൈസ്, ബ്ലോക്ക് വൈസ്, ടോപ്പിക് വൈസ് നമുക്ക് നോക്കാം. അപ്പൊ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നോക്കാൻ പോവാണ്. എന്താണ് ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ തവണ വരുന്ന ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ
എന്താണ് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് കോസ്റ്റ് ആൻഡ് അക്കൗണ്ടിങ് കോസ്റ്റ്. 7 തവണയാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ എന്താണ് ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഹൗ ഈസ് ഇക്വലിബ്രിയം ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് ഡിറ്റർമൈൻഡ്. 6 തവണയാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഡിസ്കസ് ദ വാരിയബിൾസ് ഇൻക്ലൂഡ് ഇൻ ദ ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ ഡിമാൻഡ്. 6 തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 1 or 2 വാരിയബിൾ ഇൻപുട്സ്. 6 തവണ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് വന്നിട്ടുണ്ട്. അടുത്ത എന്താണ് എക്സ്പ്ലെയിൻ റിഗ്രഷൻ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് മാനേജറൽ ആപ്ലിക്കേഷൻ. 5 തവണ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ബ്രീഫ്ലി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ. 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് വാല്യൂ മാക്സിമൈസേഷൻ ആസ് എൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം. 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ടോപ്പിക് വൈസ് അല്ല പറയുന്നത്, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പറയുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എന്താ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒളിഗോപോളി വിത്ത് റിയൽ വേൾഡ് എക്സാമ്പിൾ. 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻസ്. 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ വിത്ത് എക്സാമ്പിൾസ്. അപ്പിയറൻസ് കൗണ്ട് എത്രയാണ്? 4. ഇനി ഫ്രീക്വൻസി ടേബിൾ, നമ്മൾ ടേബിൾ തയ്യാറാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ടേബിളില്? ക്വസ്റ്റ്യൻ ടെക്സ്റ്റ്, ബ്ലോക്ക് ഓർ യൂണിറ്റ്, അപ്പിയറൻസ്, ആവറേജ് മാർക്ക്. അപ്പൊ എന്താണ് എക്കണോമിക് വേർസസ് അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 8 വരുന്നതാണ്. 7 തവണയാണ് എന്താണ് ഇത് ചോദിച്ചിട്ടുള്ളത്. അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ല ആ ഒരു പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത്. അങ്ങനെ ബ്ലോക്ക് 3 നിന്നാണ് എന്താണ് എക്കണോമിക് കോസ്റ്റ് എന്താണ് അക്കൗണ്ടിങ് കോസ്റ്റ് തമ്മിലുള്ള ഒരു ടേബിളിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. 7 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനും അതേപോലെ തന്നെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് ഈക്വിലിബ്രിയം ഇതിനെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ടേബിൾ ഫോർമാറ്റിലുള്ള ചോദ്യങ്ങളാണ് ബ്ലോക്ക് 4 നിന്ന് യൂണിറ്റ് 11. ഡിമാൻഡ് ഫംഗ്ഷൻ, വേരിയബിൾസ് ആൻഡ് ഇമ്പാക്ട് ബ്ലോക്ക് 2 നിന്ന് യൂണിറ്റ് 4 നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 1 or 2 ഇൻപുട്സ് വെച്ചിട്ട് ബ്ലോക്ക് 3 നിന്ന് യൂണിറ്റ് 7 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. റിഗ്രഷൻ അനാലിസിസ് ആൻഡ് മാനേജറൽ യൂസേഴ്സ് ബ്ലോക്ക് 1 നിന്ന് യൂണിറ്റ് 3 നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഷോർട്ട് റൺ വേർസസ് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 നിന്ന് യൂണിറ്റ് 8 9 വരുന്നതാണ്. വാല്യൂ മാക്സിമൈസേഷൻ ആസ് ഫേം ഒബ്ജക്റ്റീവ് ബ്ലോക്ക് 1 യൂണിറ്റ് 2. മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ വേർസസ് ഒളിഗോപോളി ബ്ലോക്ക് 4 യൂണിറ്റ് 12. ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ബ്ലോക്ക് 2 യൂണിറ്റ് 4. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ ബ്ലോക്ക് 1 യൂണിറ്റ് 2. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. ഇനി സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ. പ്രാക്ടീസ് എങ്ങനെയാണ് നിങ്ങൾക്കൊരു നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്നുള്ള രീതിയിലുള്ള ഒരു അഡ്വൈസ് നമ്മൾ തരാണ്. പ്രാക്ടീസ് ഈച്ച് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് ട്വൈസ് ടൈം. എന്താണ് ഓരോ ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെ നിങ്ങൾ എന്താണ് ഡെയിലി 2 തവണ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. Outline your answer in 5 minutes, then write full response with 12 to 15 minutes. Focus on the structure, diagram where needed and conceptual clarity. നിങ്ങൾ എന്താണ് നിങ്ങളൊരു ആൻസർ ഒരു 5 മിനിറ്റിൽ നിങ്ങൾ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കുക, ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം 12 മുതൽ 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ആൻസർ നിങ്ങളുടെ മനസ്സിലുള്ള ആ കോൺസെപ്റ്റ് നിങ്ങളുടെ പേപ്പറിലോട്ട് നിങ്ങൾ കൊണ്ടെത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കമ്പയർ യുവർ ആൻസർ ടു മോഡൽ റെസ്പോൺസ്. നമ്മളപ്പോൾ നിങ്ങളോട് യൂസ് ഇഗ്നോ സ്റ്റഡി മെറ്റീരിയൽ ആൻഡ് പ്രീവിയസ് TE സജസ്റ്റഡ് ആൻസേഴ്സ് ടു ബെഞ്ച്മാർക്ക് യുവർ ഡെപ്ത് ആൻഡ് കവറേജ്. അപ്പൊ നിങ്ങളുടെ ആൻസേഴ്സ്, നിങ്ങളുടെ മോഡൽ ആൻസേഴ്സ്, ഇപ്പൊ നമ്മുടെ ആപ്പിൽ തന്നെ പല ESG എന്ന് പറയുന്ന ഡോക്യുമെന്റ് ഉണ്ട്, എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്ക്. അതിലൊരു ക്വസ്റ്റ്യൻ
പ്ലസ് അതിന്റെ ആൻസർ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ലേൺവേഴ്സിലെ ലേണേഴ്സിന് പറ്റുന്ന ഒരു പ്രത്യേക ഒരു ബെനിഫിറ്റ് ആണ്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസർ ആ ഒരു മോഡൽ ആൻസേഴ്സിൽ പറയുന്ന പോലെ തന്നെ ഒരു ഇൻട്രഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, പാറ്റേൺ പ്ലസ് എല്ലാ പോയിന്റ്സുകളും കവർ ചെയ്യുന്ന പോലെ തന്നെയാണോ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. അതേപോലെ തന്നെ യൂസ് ഓഫ് പിയർ ആൻഡ് സെൽഫ് റിവ്യൂ. അതേപോലെ തന്നെ നിങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊപ്പം പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഇതേ സ്ട്രീമിൽ തന്നെ പഠിക്കുന്നവർക്കോ നിങ്ങളെ പേപ്പറുകൾ കൈമാറി അവരോട് ഒന്ന് വാല്യൂ എന്താ പറയാ, ഒന്ന് അനാലിസിസ് നടത്താൻ പറയാം. അതുപോലെ തന്നെ സെൽഫായിട്ട് നിങ്ങൾ എന്ത് ഒന്ന് റിവ്യൂ ചെയ്യുക. എവിടെയൊക്കെയാണ് വീക്ക് ആയിട്ടുള്ളത്, എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഞാൻ കൂടുതൽ സമയം എടുത്തത്, അനാവശ്യമായിട്ടുള്ള എക്സ്പ്ലനേഷനിലോട്ട് പോയിട്ടുള്ളത്, അതൊക്കെ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ഒരു പൈ ചാർട്ട് തന്നിരിക്കുകയാണ് ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ ബേസിൽ. അപ്പൊ MMPC 001 അപ്പൊ ദിസ് പൈ ചാർട്ട് ഷോസ് നിയർലി ഹാഫ് ഓഫ് ഓൾ മെയിൻ ക്വസ്റ്റ്യൻസ് ഇൻ ദ റീസെന്റ് MMPC 010 എക്സാം were repeats or close variants of this top 10 questions. അതായത് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള 10 ക്വസ്റ്റ്യൻസോട് തന്നെയാണ് അത് ഏകദേശം 42 തവണ അല്ലെങ്കിൽ 48% റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസോട് വന്നിരിക്കുന്നത് വേറൊരു, അതായത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഈ ഒരു 48% ഈ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഈ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് നമ്മൾ നടത്തുകയാണ്. ബ്ലോക്ക് 1-ൽ നിന്ന് കൂടുതൽ വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ മാക്സിമൈസേഷൻ ആൻഡ് ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം ആണ് ചോദിച്ചിട്ടുള്ളത്. 80% പ്രോബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 3-ൽ വരുന്ന റിഗ്രഷൻ അനാലിസിസ് ആൻഡ് യൂസസ്, ബ്ലോക്ക് 2-ലെ ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് ഡിറ്റർമിനൻസ്, ബ്ലോക്ക് 2-ലെ തന്നെ ഇലാസ്റ്റിസിറ്റി, പ്രൈസ്, ഇൻകം, അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി. അതുപോലെ ബ്ലോക്ക് 3-ലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 1 or 2 വേരിയബിൾ ഇൻപുട്സ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലോക്ക് 3-ലെ കോസ്റ്റ് കോൺസെപ്റ്റ്, എക്കണോമിക് കോസ്റ്റ്, അക്കൗണ്ടിങ് കോസ്റ്റ്, അതുപോലെ തന്നെ ഷോർട്ട് റൺ കോസ്റ്റ്. ബ്ലോക്ക് 3-ലെ തന്നെ ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ, എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. ബ്ലോക്ക് 4-ലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി. ബ്ലോക്ക് 4-ലെ മൊണോപ്പൊളിസ്റ്റിക് വേഴ്സസ് ഒളിഗോപ്പൊളി. ബ്ലോക്ക് 4-ലെ പ്രൈസിംഗ് സ്ട്രാറ്റജീസ്, പ്രൈസിംഗ് ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ക്രിമിനേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാവുന്ന പ്രോബിലിറ്റി ടോപ്പിക് പ്രോബിലിറ്റിയോട് നമ്മൾ പറയുന്നത്. അതായത് കഴിഞ്ഞ പോലുള്ള ഡാറ്റയുടെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ജസ്റ്റിഫിക്കേഷൻ ഫുട്നോട്ട്, വാല്യൂ മാക്സിമൈസേഷൻ ആസ് 8 out of 10 റീസെന്റ് പേപ്പേഴ്സ്. ഒരു 10 വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയെന്ന് വെച്ചെങ്കിൽ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് 8 തവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിഗ്രഷൻ അനാലിസിസ് 10-ൽ 7 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിമാൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിമാൻഡ് ഡിറ്റർമിനൻസ് 10 out of 10 8 തവണ ചോദിച്ചിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പ്രൈസ് അല്ലെങ്കിൽ ഇൻകം അല്ലെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 10 തവണയിൽ 6 തവണ ചോദിച്ചിട്ടുണ്ട് ഔട്ട് ഓഫ് 10 റീസെന്റ് പേപ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 7 തവണയാണ് ചെയ്തിരിക്കുന്നത്. ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കോസ്റ്റ് കോൺസെപ്റ്റ് 7 തവണ ചോദിച്ചിട്ടുണ്ട്. ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ, എക്കണോമിക്സ് ഓഫ് സ്കെയിൽ 5 തവണ ചോദിച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി കമ്പാരിസൺ നിങ്ങൾക്ക് 7 തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലാണ് പറയുന്നത്. അതിൽ 7 തവണ ഔട്ട് ഓഫ് 10 7 ടൈംസ്. പിന്നെ മൊണോപ്പൊളിസ്റ്റിക് വേഴ്സസ് ഒളിഗോപ്പൊളി 10-ൽ 4 തവണ. പ്രൈസിംഗ് സ്ട്രാറ്റജീസ് 10-ൽ 3 തവണ. ഈ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് നമ്മൾ നോക്കുകയാണ്. അപ്പൊ ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയത്തിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ടൈം വേസ്റ്റ് നിങ്ങൾ ഹൈ പ്രയോറിറ്റി ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഹൈലി നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്ന ടോപ്പിക്കുകൾ, കൂടുതൽ ടൈം ഡിവോട്ട് ചെയ്യേണ്ടത് ഏതൊക്കെ ഏരിയയിലാണെന്നാണ് പറയുന്നത്. വാല്യൂ മാക്സിമൈസേഷൻ or objective of the firm, regression analysis and uses, demand function and determinants, production function, cost concept, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുമ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് എഴുതാൻ എഴുതുക. പിന്നെ അതേപോലെ തന്നെ ബൈഹാർട്ട് ചെയ്തെന്നാണ് പറയുന്നത്. ഓൺ ലാംഗ്വേജിൽ എഴുതുക. അതേപോലെ തന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഡയഗ്രാംസോ എക്സാമ്പിൾസോ ഒക്കെ കോട്ട് ചെയ്യുക. അപ്പോൾ പേപ്പർ നോക്കുന്ന ആളെ സംബന്ധിച്ചായാലും ഈ കുട്ടിക്ക് ഇതിനെ കുറിച്ച് ക്ലിയർ ആണ്, തറവാണ്, ഈ കോൺസെപ്റ്റിനെ കുറിച്ച് കുട്ടിക്ക് ക്ലിയർ ആയിട്ട് തന്നോട് അറിയാം എന്നുള്ളൊരു
ധാരണ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കാവുന്ന എക്സാമ്പിൾസോട് കൊടുക്കുക, ഡയഗ്രാംസോട് യൂസ് ചെയ്യാം. ഈ ഒരു മീഡിയം പ്രയോറിറ്റി ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? അതായത് 40 മുതൽ 69% ചോദിക്കാനുള്ള ടോപ്പിക്കുകളാണ് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇൻകം ക്രോസ് ഇലാസ്റ്റിസിറ്റി, ലോങ് റൺ ഫംഗ്ഷൻ ആൻഡ് എക്കണോമീസ് ഓഫ് സ്കെയിൽ, മൊണോപോളിസ്റ്റിക് വേർസസ് ഒളിഗോപോളി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കുക. അതേപോലെ തന്നെ ഇതിന്റെ ഡിഫറൻസസുകളും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ഫ്ലാഷ് കാർഡ്സുകളൊക്കെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മൈൻഡിൽ നിങ്ങൾക്ക് അത് സ്ട്രൈക്ക് ചെയ്യും. അതേപോലെ തന്നെ ലോ പ്രയോറിറ്റി ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു 40% താഴെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. പ്രൈസിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രൈസിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ്, ടോപ്പിക് അപ്പിയറൻസ് പ്രോബിലിറ്റി ഹൈ, ഗ്രീൻ, മീഡിയം, ലോ റേഞ്ചിൽ വരുന്നതാണ്. അപ്പൊ ഗ്രീൻ ആണ് ഹൈ ഇൻഡിക്കേറ്റ് ചെയ്യണത്. ഗ്രീൻ ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് ഏകദേശം 70% മുകളിൽ ചോദിച്ചിട്ടുണ്ട്. ഓറഞ്ച് എന്ന് പറയുന്നത് 40-നും 69% ഇടയിലാണ്. റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സ്വയം നിങ്ങളൊന്ന് എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, അപ്പൊ മൊത്തമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് മൊത്തമായിട്ട് ഈ ക്വസ്റ്റ്യനിലൂടെ ഒന്ന് പോവുക. ഒരു 5-10 മിനിറ്റ് സമയം എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾ മുഴുവൻ കടന്നു പോവുക. അപ്പോ ഇതില് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് MPC 010 മാനേജറൽ എക്കണോമിക്സ് ആണ്. ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2025. ടൈം 3 മണിക്കൂറേ ഉള്ളൂ. മാക്സിമം 100 മാർക്കാണ്. ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് വായിക്കുക. അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ്, ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്. ഇനി 5 ക്വസ്റ്റ്യൻ എഴുതണ്ടോ, ഓരോ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്കാണ്. അപ്പൊ 20 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു മാനുഫാക്ചറിങ് ഫേമിന്റെ 2 ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട് തന്നിട്ടുണ്ട്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതിന്റെ NPV ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതാണ് എ ലാർജ് റീറ്റെയിലർ ഒബ്സർവ് ദാറ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ പ്രൊഡക്റ്റ് ഡ്രോപ്സ് ഫ്രം 200 to 160 യൂണിറ്റ്സ് when the price rises from 400 to 500. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് 400-ൽ നിന്ന് 500-ലോട്ട് ഉയർന്നു. അങ്ങനെ ഉയർന്നപ്പോൾ അതിന്റെ ഡിമാൻഡ് എന്തായി, കീഴ്പോട്ട് വന്നു. അപ്പൊ അതിന്റെ നിങ്ങളോട് ആർക്ക് ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇന്റർപ്രറ്റ് റിസൾട്ട് ആൻഡ് ഡിസ്കസ് മാനേജറിയൽ ഇംപ്ലിക്കേഷൻ. എന്താണ് ഇന്ന് കിട്ടുന്ന റിസൾട്ട്, എവിടെ മാനേജറിയൽ ഇംപ്ലിക്കേഷൻ ഒരു മാനേജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂല് അതിനെ കുറിച്ച് നിങ്ങളോട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് വന്നിരിക്കുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 5-ലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇതാണ്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 2-ലെ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫോം വാല്യൂ മാക്സിമൈസേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഏരിയ ബ്ലോക്ക് 1-ലെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 5-ലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് 400-ൽ നിന്ന് 500-ലോട്ട് പോയപ്പോ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു അല്ലെ? അപ്പൊ അതിന്റെ ആർക്ക് ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനും ആ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ യൂണിറ്റ് 5 നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ എന്താണ്, റിഗ്രഷൻ അനാലിസിസ് ഇസ് വൈറ്റൽ ഫോർ ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് ഇൻ മോഡേൺ ഫോംസ്. റിഗ്രഷൻ അനാലിസിസ് എന്താണ്, ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നാണ് പറയുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ കുറിച്ചൊരു ചോദ്യം തന്നിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഒരു ഡിസൈൻ എ റിഗ്രഷൻ ഇക്വേഷൻ ഫോർ എ ഹൈപ്പോത്തറ്റിക്കൽ കൺസ്യൂമർ ഗുഡ്സ് കമ്പനി വിത്ത് വേരിയബിൾ ക്വാണ്ടിറ്റി സോൾഡ്. നിങ്ങളോടൊരു റിഗ്രഷൻ ഒരു ടേബിൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി സോൾഡ്, പ്രൈസ്, അതുപോലെ തന്നെ അതിന്റെ അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ, കൺസ്യൂമർ ഇൻകം, ഇതൊക്കെ ഈ ഫീച്ചേഴ്സ് വെച്ചിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, ഒരു റിഗ്രഷൻ ഇക്വേഷൻ നിങ്ങളോട് സെറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളോട് ഒരു ഇല്ലുസ്ട്രേറ്റീവ് ഡാറ്റ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഹൗ ഡു യു എസ്റ്റിമേറ്റ് ദ പാരാമീറ്റേഴ്സ് ആൻഡ് ഇന്റർപ്രറ്റ് ദ കോഫിഷ്യന്റ് ഇൻ മാനേജറൽ ടേംസ്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ റിഗ്രഷൻ അനാലിസിസും അല്ലെങ്കിൽ അതിൽ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒരു ടേബിളിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. ആ പ്രോബ്ലം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ടേബിൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഷോക്കേസ് അല്ലെങ്കിൽ കാണിക്കാനായിട്ട് സാധിക്കും. റിഗ്രഷൻ അനാലിസിസ് ആൻഡ് യൂസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ബ്ലോക്ക് 1-ൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ 4,
20 മാർക്സിന് ചോദിച്ചിരിക്കുന്നതാണ്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് വിത്ത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് യൂസിംഗ് ദ ഡയഗ്രാം ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ ടേബിൾ ഓഫ് ഡിമാൻഡ് സ്കെഡ്യൂൾ. അതായത് ഇന്ന് ചോദിച്ചിരിക്കുന്ന ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഡിമാൻഡ് ഫംഗ്ഷൻ ഡിറ്റർമിനൻസി ആണ്. അപ്പൊ എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്? മാർക്കറ്റ് ഡിമാൻഡ് കർവും ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവും തമ്മിലുള്ള ഡിഫറൻസ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് വരയ്ക്കുക. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആവുമ്പോൾ അതിന്റെ കർവ് നിങ്ങൾ വരയ്ക്കുക. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ടേബിൾ വെച്ചിട്ട് നിങ്ങളുടെ ഒരു അസംഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അതേപോലെ തന്നെ ഗിവൺ ദ ഷോർട്ട് റൺ കോസ്റ്റ് സ്ട്രക്ചർ ബിലോ ഫോർ എ പ്ലാൻ പ്രൊഡ്യൂസിംഗ് കമ്മ്യൂണിറ്റി ഓഫ് എക്സ്, ആൻസർ ദ ഫോളോയിങ്. നിങ്ങൾക്ക് ഒരു ഷോർട്ട് റൺ കോസ്റ്റിന്റെ ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. താഴെ അതിനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ ടോട്ടൽ കോസ്റ്റ്, ആവറേജ്, വേരിയബിൾ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്ലോക്ക് 3 യൂണിറ്റ് 8 ഷോർട്ട് റൺ കോസ്റ്റ് കോൺസെപ്റ്റിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രാംസ് ആണ്. നിങ്ങളോട് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും കോസ്റ്റ് ഫംഗ്ഷനും തമ്മിൽ ഡിസ്റ്റിങ്ഷൻ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്താണ്? ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്കണോമിക്സ് ഓഫ് സ്കെയിൽ നിങ്ങളോട് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ടെക്സ്റ്റൈൽ ഫേമില്. നിങ്ങൾ സ്വന്തമായിട്ടൊരു ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഫേം ഫേസസ് ഫോളോയിങ് പ്രൊഡക്ഷൻ സിനാരിയോ. ഒരു ഫേമിന്റെ പ്രൊഡക്ഷൻ സിനാരിയോ തന്നിരിക്കുകയാണ്. ലേബർ 0 ആയിരുന്നപ്പോൾ ഔട്ട്പുട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ലേബറെ അപ്പോയിന്റ് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് 10 ആയി. പിന്നെ ലേബർ ആഡ് ചെയ്യും തോറും എന്താണ് അവരുടെ ഔട്ട്പുട്ട് കൂടി വന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മാനേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 7 പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ ഏരിയ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ റിയൽ ലൈഫ് എക്സാമ്പിളോട് ചോദിച്ചിരിക്കുന്നതാണ് ഹൗ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓപ്പറേറ്റ്സ് അണ്ടർ മൊണോപ്പൊളിയില്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വരുമ്പോൾ എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിയൽ ലൈഫ് എക്സാമ്പിളോട് നിങ്ങളോട് കോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കാനാണ്. അതേപോലെ തന്നെ ഇല്ലുസ്ട്രേറ്റ് വിത്ത് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ടാബുലേറ്റഡ് പ്രൈസ് ഫോർ ഔട്ട്പുട്ട് ഡാറ്റ ഫോർ അറ്റ്ലീസ്റ്റ് 2 മാർക്കറ്റ് സെഗ്മെന്റ്. ഏതെങ്കിലും 2 മാർക്കറ്റ് സെഗ്മെന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ പ്രൈസും ഔട്ട്പുട്ടും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ടേബിൾ നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രൈസിംഗ് സ്ട്രാറ്റജീസിലെ പ്രൈസിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രൈസിംഗ് സ്ട്രാറ്റജീസ്, പ്രൈസിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഏരിയ നിങ്ങൾ എന്ത് ക്ലിയർ ആയിട്ട് നോക്കുക. അതേപോലെ തന്നെ റീജിയണൽ ട്രാൻസ്പോർട്ട് മാർക്കറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു റീജിയണൽ ട്രാൻസ്പോർട്ട് മാർക്കറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ക്യാരക്ടറിസ്റ്റിക്സ് അനാലിസിസ് നടത്തിക്കൊണ്ട് അത് ഏത് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. ഒളിഗോപോളിയാണോ, മോണോപോളിയാണോ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണോ, മോണോപോളിസ്റ്റ് കോമ്പറ്റീഷൻ ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ ഷോർട്ട് റൺ, ലോങ് റൺ കേസസിൽ എങ്ങനെയാണ് പ്രൈസും അതുപോലെ തന്നെ ഔട്ട്പുട്ടും തീരുമാനിക്കുന്നത് എന്നുള്ളത് നോക്കുക. അതിന്റെ ഡയഗ്രാം വരച്ചുകൊണ്ട് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട്, അതേപോലെ തന്നെ പ്രൈസിംഗ് ഡിസിഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മോണോപോളി. അവിടെ ആ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതേപോലെ തന്നെ മോണോപോളിയിലുള്ള പ്രോഫിറ്റ് മാക്സിമൈസേഷനും പ്രൈസിംഗ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് കമ്പയർ ചെയ്യുക, കോൺട്രാസ്റ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടേബിൾസ് ഉപയോഗിക്കാം, ഡയഗ്രാംസ് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പൊ യൂണിറ്റ് 11 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മോണോപോളി നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ യൂണിറ്റ് 11 ക്വസ്റ്റ്യൻ 11 ഏതാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഒരു മാനുഫാക്ചറിങ് ഫേം അതിന്റെ സെയിൽസ് പ്രൊഡിക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് ഡാറ്റ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് പ്രൊഡിക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രസന്റ് ബ്രീഫ് ഫോർകാസ്റ്റ് ഫോർ Q5
ഇപ്പൊ 4 ക്വാർട്ടറിലേക്കുള്ളത് തന്നിട്ടുള്ളൂ. അപ്പൊ 5ാമത്തെ ക്വാർട്ടറിലേക്കുള്ളത് നിങ്ങളോട് പ്രിഡിക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ യൂണിറ്റ് 6ലാണ് പ്രോക് 2ല്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 12, ഒരു സ്മാർട്ട് ഫോൺ മാർക്കറ്റിലേക്ക് പുതിയൊരു ആൾക്കാർ പ്രവേശിക്കുകയാണ്, പുതിയൊരു കമ്പനി പ്രവേശിക്കുകയാണ്. പല ഇൻഡസ്ട്രിയുടെ കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഐഡന്റിഫൈ ദ ലൈക്ലി ബാരിയേഴ്സ് ടു എൻട്രി പ്രസന്റ്. ഇവിടെ കടന്നു വരാനായിട്ടുള്ള പ്രധാന ഹിൻഡ്രൻസ് എന്തായിരിക്കും ഒരു പുതിയ കമ്പനിയിലേക്ക്? അപ്പൊ ഇത് ഏതാ മാർക്കറ്റ് സ്ട്രക്ചർ എന്നുള്ളത് നിങ്ങൾ അറിയണം. മൊണോപ്പൊളി ആണോ, ഒളിഗോപ്പൊളി ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറിയണം. അപ്പൊ അത് നിങ്ങൾ ആ പാഠഭാഗത്തിലുള്ള നിങ്ങൾ എന്ത് ചെയ്യണം, കടന്നു പോകണം. എന്നാലാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു MMPC 010 എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് വരുന്നത്, നിങ്ങൾക്ക് വരുന്നത്. അപ്പോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ സമയം നിങ്ങൾ അനാവശ്യമായിട്ട് അനാവശ്യമായിട്ടുള്ള ഏരിയാസിൽ നിങ്ങൾ കളയരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു അനാലിസിസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ സമയം നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ നമ്മളൊരു കഴിഞ്ഞു പോയിട്ടുള്ളൊരു ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ ബേസിലാണ് നമ്മൾ ഫ്യൂച്ചർ പ്രൊഡിക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിലൂടെ പ്രൊഡിക്ഷൻ അനാലിസിസ് നടത്തുന്നത്. അതൊരു 100% ക്ലിയർ ആവണമെന്നില്ല, കാരണം കഴിഞ്ഞു പോയൊരു ഡാറ്റയുടെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു പാറ്റേൺ തന്നെ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യണം എന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. പക്ഷെ നമുക്ക് ഫ്യൂച്ചർ പ്രൊഡിക്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കഴിഞ്ഞു പോയിട്ടുള്ള 5 വർഷത്തെയോ അല്ലെങ്കിൽ 10 വർഷത്തെയോ ഡാറ്റയോ നമ്മുടെ കയ്യിൽ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബേസിൽ നടത്തുന്ന അനാലിസിസ് ആണ്. അപ്പോൾ ഇതൊരിക്കലും 100% കറക്റ്റ് ആവണം എന്നില്ല. ചിലപ്പോൾ സ്ലൈറ്റിലായിട്ടുള്ള മാറ്റങ്ങളോ വലിയ രീതിയിലുള്ള മാറ്റങ്ങളോ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് വരാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ സമയം നല്ല രീതിയിൽ ഡിവോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ പറഞ്ഞ പോലെ തന്നെ ചോദിക്കണം എന്നൊന്നുമില്ല, ഇതൊരു പ്രഡിക്ഷനാണ്. നമുക്കിത് 100% ഈ പ്രഡിക്ഷൻ പ്രോബിലിറ്റിയാണ്. മേ ഓർ മേ നോട്ട് ഹാപ്പൻ, സംഭവിക്കാം സംഭവിക്കാതിരിക്കാം. അപ്പൊ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മുമ്പിലുള്ള ഏക ഒരു ഉപാധി. നമുക്ക് പഠിക്കാനായിട്ടുള്ളതും നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാനായിട്ടുള്ളതും എങ്ങനെ പഠിക്കണമെന്ന് തീരുമാനിക്കാനും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ബേസിൽ നടത്തിയിട്ടുള്ളൊരിതാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോട്ട് കടന്നു പോവുക. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് യൂസ് ചെയ്യുക. ഇതിൽ അവസാനം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലേണേഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അതിന്റെ മോഡൽ ആൻസേഴ്സ് അവൈലബിൾ ആവും. അപ്പൊ അത് വരുന്ന സമയത്ത് അത് ക്രോസ് ചെക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ മാനേജ്ഡ് എക്കണോമിക്സ് പേപ്പർ എഴുതുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ലേൺവൈസിന്റെ ഭാഗത്തുനിന്ന് ഒരു മെന്റർ എന്ന രീതിയിൽ എന്റെ ഭാഗത്തുനിന്ന് 1000 വിജയാശംസകൾ നേരുകയാണ്. നല്ല രീതിയിൽ എക്സാം എഴുതുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമയം നല്ല രീതിയിൽ സമയത്തിനനുസൃതമായിട്ട് എഴുതാൻ നോക്കുക. ലാസ്റ്റ് നിമിഷം വരെ എഴുതുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് ഒരു 10 മിനിറ്റ് നിങ്ങളുടെ എക്സാം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ, അതിനെ റിവ്യൂ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. റിവ്യൂ ചെയ്യാനുള്ള സമയം കണ്ടുന്ന രീതിയിൽ തുടക്കത്തിലും ഒരു 5 മിനിറ്റ് മൊത്തമായിട്ട് ക്വസ്റ്റ്യന്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും സമയമൊക്കെ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ വീണ്ടും എന്റെ ഭാഗത്തു നിന്നും ലേൺവൈസിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് 1000 വിജയാശംസകൾ നേരെയാണ്. നല്ല രീതിയിൽ എക്സാം ചെയ്തിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അനാവശ്യമായിട്ട് ടെൻഷനുകൾ ഉപയോഗിക്കുക. പഠിച്ച ഭാഗങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുക. പഠിക്കാത്ത ഭാഗങ്ങളെ കുറിച്ച് ആലോചിച്ച് എക്സാമിനേഷൻ ഹാളിൽ കയറി എക്സാം നിങ്ങൾ എന്താ പറയാ, ആ ഒരു 3 hours നിങ്ങൾ നശിപ്പിച്ച് കളയാം. സോ all the very best to all the learners. Thank you so much.